പൈ യൂണിവേഴ്സിലെ മറ്റൊരു ടിപ്പിക്കൽ ബോംബ് പടമാണ് വാർ 2. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം ഇത് തന്നെയാണ്. നമ്മൾ ട്രെയിലറൊക്കെ കാണും, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ അടങ്ങുന്ന സിനിമയാണെന്ന് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ പടത്തിലുള്ളൂ. ഈ ലോജിക് മൈൻഡൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോകേണ്ട ഒരു സാധനമാണ്. കാരണം ഫുൾ എയറിലായിരിക്കും എല്ലാ പരിപാടിയും നമുക്കറിയാം. അതേപോലെ തന്നെ അത് എത്ര ഓവറാക്കി കാണിക്കാൻ പറ്റുമോ അത്രയും ഓവറാക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഓരോ പടങ്ങൾ കഴിയുമ്പോൾ ഇവർ ചെയ്യുന്നത്. അതിൻ്റെ എക്സ്ട്രീമൊക്കെ കാണാൻ പറ്റുന്നൊരു പടമാണിതെന്ന് പറയാം. ഇപ്പോൾ ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റാണോ അതോ ബോറടിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ, ഒരു കോക്കിൻ്റെ ഭാഷയിൽ മലങ്കൾട്ടായിട്ട് കണ്ടാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല, ആ മോഡിലുള്ള റൈറ്റാണ്. നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് കയറിയാൽ ഓക്കെ ഇത് ഇമ്മാരി ആ ഒരു പാക്കാ പീക്ക് കാത്തി എന്ന് പറഞ്ഞാൽ വറക്കത്തി സാധനമാണെന്ന് ഇനീഷ്യലി നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ട് നമ്മൾ കാണാൻ തുടങ്ങുകയാണെങ്കിൽ സിനിമ നമ്മൾ ഈ ഭയങ്കര സീരിയസ് ആയിട്ട് ഇവർ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പാസബിൾ എൻ്റർടൈനർ എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റാണ്. ഫുൾ എയർ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഈ ചെയ്ത് ഇപ്പോൾ തെലുങ്ക് സിനിമകളിലും ഹിന്ദി സിനിമകളിലും തമിഴിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങേ ഓവർ ദി ടോപ്പ് ആക്ഷൻ സീക്വൻസുകളുടെ റെഫറൻസുകളെല്ലാം എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇവരുടെ യൂണിവേഴ്സിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോരോ സാധനങ്ങൾ ഇവർ പണി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലൈറ്റിലുള്ള ഫ്ലൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ, ഇവർക്ക് അങ്ങനെ ഇല്ല. മാനം, കര, കടലിനടിയിൽ എവിടെയാണെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഇവർ ചെയ്തു വിടും. ഈ അതിൽ ഏറ്റവും എനിക്ക് ചിരിച്ചിട്ട് നിർത്താൻ പറ്റാതായിരുന്ന സീൻ ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് കാണിക്കുന്ന ഒരു ബോട്ട് റേസ് ഉണ്ട്. ഈ വെള്ളത്തിൽ കൂടെ പോകുന്ന ബോട്ട് ഈ ചാടിയിട്ട് F1 റേസില്ലേ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വീഴും. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ് എന്നാൽ, പക്ഷേ ഈ ബോട്ട്, അതായത് കടലിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ബോട്ട് F1ലേക്ക് വീണിട്ട് F1 കാറിനെ റേസ് ചെയ്ത് വെട്ടിച്ചിട്ട് പിന്നെ അത് ചാടി വെള്ളത്തേക്ക് പോയി. എൻ്റെ അമ്മോ, ഒരു 10 മിനിറ്റ് സംതിങ് ഉണ്ട് അത് നിർത്തി ചിരിച്ചു എന്ന് പറഞ്ഞാൽ ആ ചിരിച്ചതിന് കണക്കില്ല. ഈ ഇന്ത്യൻ ടൂ ഒക്കെ കണ്ടപ്പോഴും ഇതുപോലെ ഇമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയത്. സോ അങ്ങനെ നിങ്ങൾ ആസ്വദിക്കാൻ പോവുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ജോളിയായിട്ട് പൂക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈറ്റാണ്. അല്ലാതെ നിങ്ങളൊരു നല്ല സിനിമ അല്ലെങ്കിൽ വാറ് കണ്ടിട്ടുണ്ട്, വാറിൻ്റെ അതേപോലെ ഒരു എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ട് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന പടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ വാറും ഈ യൂണിവേഴ്സിൽ തന്നെ അടങ്ങുന്നതാണ്, അതും അത്ര ഒരു ഓവർ ദി ടോപ്പ് സാധനം തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചും കൂടി ഒരു മയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ യൂണിവേഴ്സിൽ അടങ്ങുന്ന ഇപ്പോൾ ഫസ്റ്റ് ടൈഗർ ആയിക്കോട്ടെ, ഈ പറയുന്ന വാർ ആയിക്കോട്ടെ, അതിലൊക്കെ തന്നെ ഒരു മയത്തിൽ ചെയ്തിട്ടുണ്ട്, നല്ലൊരു മയത്തിൽ ചെയ്തു. പക്ഷേ ഇതിലൊക്കെ പിന്നീട് ഈ പത്താനും ടൈഗർ 3 പിന്നെ ഈ പടവും ഒക്കെ തന്നെ ഇതുപോലെ കത്തി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്ത് കത്തിയായിരിക്കും. സോ അത് പ്രതീക്ഷിച്ച് തന്നെ പോകണം നിങ്ങൾ, അല്ലെങ്കിൽ പിന്നെ പോകേണ്ട ആവശ്യമില്ല. ഇതിന് പോയിട്ട് ഇതെന്തൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്നു, ഇവർ ഫുൾ എയറിലാണെന്നോ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ട്രെയിലറിലെ അവർ പറയുന്നുണ്ട്, ഇതിൻ്റെ പോസ്റ്റർ അനൗൺസ് ചെയ്തപ്പോഴേ നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു തമ്പ്നെയിലൊക്കെ കാണണം, അവരുടെ ഓരോ യൂട്യൂബിൻ്റെ ഒരു ഒഫീഷ്യൽ തമ്പ്നെയിലൊക്കെ ഇവർ എന്താ പറയുക അത്ര ഇതാണ് പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും, എല്ലാം കൊണ്ട് രജിസ്റ്റർ ആയിട്ടായിരിക്കും നമുക്ക് തരിക. സോ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വാച്ചബിൾ എൻ്റർടൈനറാണ്. പക്ഷേ ഈ സിനിമ ഇതിന് മുൻ സിനിമകളിലൊക്കെ കംപ്ലീറ്റ് പാട്രിയോട്ടിസം അല്ലെങ്കിൽ മുഴുവനായിട്ടും രാജ്യരക്ഷ, രാജ്യത്തെ രക്ഷിക്കണം, ഒരു മിഷൻ ഇമ്പോസിബിൾ ടൈപ്പ് സാധനമാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഒന്ന് മാറിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ആണ് ഇവർ കൂടുതലായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഹൃത്തിക്കിൻ്റെ ജൂനിയർ NTR ഇവർ രണ്ടുപേരുമാണ് സ്ക്രീനിൽ ഫുള്ളായിട്ടുള്ളത് സിനിമ തുടക്കം മുതൽ അവസാനം വരെ. മെയിനായിട്ടൊന്നും വേറെ ആരുമില്ല. ഇപ്പോൾ കിയാറൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെയാണ് മാക്സിമം സിനിമയിൽ 3 മണിക്കൂറിൽ കിയാറൊക്കെ വന്നു പോകുന്നത്. ചില സമയത്ത് മറന്നേ പോയി ആ ക്യാരക്ടറിനൊക്കെ. പിന്നെ ആകെ ആ ഒരു പാട്ട് സീനുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ആ ഒരു സീനൊക്കെ, ആ ഒരു ബിക്കിനി സീനൊക്കെ പടത്തിലുണ്ട്, അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിയാറ ഇങ്ങനെ മിന്നായം പോലെ ഒരു മഞ്ഞ ഡ്രസ്സ് ഇട്ട് മഞ്ഞ പ്രായൊക്കെ ഇട്ടിട്ട് വന്നു പോകും, അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവർ രണ്ടുപേരാണ്. പക്ഷേ ഇവർ രണ്ടുപേരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ഓറയും ഒരു ഇൻട്രോയൊക്കെ കിടിലനായിരുന്നു. ജൂനിയർ NTRൻ്റെ ഇൻട്രോ അല്ല, ഋത്തിക് റോഷൻ്റെ ഇൻട്രോ പൊളിയായിരുന്നു സിനിമയിൽ. അത് നല്ല മൂപ്പർ ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, ഈ രണ്ട് ചങ്ങായിമാരും അവരുടെ ആ സ്വാഗ് കൊണ്ടാണ് ഈ ഒരു പടം മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ട് നിങ്ങളിതൊരു വേറെ ലെവൽ പടം എന്നല്ല ഞാൻ പറഞ്ഞു, പാക്ക അപരാധമാണ്. അപരാധം എന്ന് പറഞ്ഞാൽ കാട്ടപരാധ സാധനങ്ങളൊക്കെയാണ് ഇവർ ചെയ്തു വയ്ക്കുക. പക്ഷേ അതിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതി, അങ്ങനെയുള്ളൊരു മിക്സ്ഡ് ബാഗ് എന്നുള്ള രീതിയിലായിട്ടാണ് ഇതേ സാധനം. ചിലപ്പോൾ ഞാൻ ഇനിയിപ്പോൾ OTT ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ച് റോസ്റ്റ് ചെയ്യും, അതിനുള്ള കുറേ സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. സോ സ്പൈ യൂണിവേഴ്സിൽ നമ്മൾ കാണാമല്ലോ, അതേ സാധനങ്ങൾ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സോ അത് പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഒരു മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാട്ടപരാധ ഐറ്റം. ഞാനിത് കണ്ടത് കൂലി കഴിഞ്ഞിട്ടാണ്. സോ രണ്ട് ടൈപ്പിലാണ്, രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൂലി വാസ് ഹൈലി ഡിസപ്പോയിൻറ്റഡ്. ഇതേപോലെ ഈ ഓവർ ദി ടോപ്പ് ചെയ്ത് അലമ്പാക്കിയ സാധനമല്ല കൂലി. പക്ഷേ കൂലി നമ്മളതല്ല എക്സ്പെക്റ്റ് ചെയ്തത്. നമ്മളൊരു ലോകേഷ് കനകരാജ് പടത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം അല്ല എന്നുള്ളത് കൊണ്ടുള്ള ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ തന്നെയാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് സാധനമാണ് പ്രതീക്ഷിച്ചത്, അത് തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്.
സോ അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ കണ്ടു ഇറങ്ങി പുറത്തേക്ക് വന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഐറ്റം. സോ കുറച്ച് ലോജിക്കുള്ള, കുറച്ച് മര്യാദയുള്ള, ഒരു മര്യാദക്കിടായി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ പടത്തിന് പോരുത്, കാണുക വേണ്ട, പോണ്ട. വെറുതെ പോയി നിങ്ങൾ സമയം പോകും, പൈസ. ഒരു 3 മണിക്കൂറിനടുത്ത് തുടങ്ങിയ പടം. ചില സമയത്തൊക്കെ നിങ്ങൾ ഡ്രാഗ് അടിച്ചും ലെങ്ത് അടിച്ചും ഇങ്ങനെ ആക്ഷൻ ബ്ലോക്കാണ് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ. സോ ഇത് തന്നെ കാണിച്ച സാധനങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ ട്രെയിനിലടി, ഫ്ലൈറ്റിലടി, കാറിലടി, പറഞ്ഞ പോലെ ബോട്ടിലടി, ഫ്ലൈറ്റിൻ്റെ ഇടയിലടി, കടലിൻ്റെ അടിയിലടി, ഐസിൻ്റെ ഉള്ളിലടി, മരുഭൂമിയിലടി, വെള്ളടി, അങ്ങനെ എല്ലാ തരത്തിലുള്ള അടിയും നിറച്ചിട്ടുള്ളൊരു സാധനമാണ്. സോ അത് കാണാനാണെങ്കിൽ പോവുക, അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സ്പൈ യൂണിവേഴ്സ് പടങ്ങളിലെ അതേപോലത്തെ ഒരു സ്പൈ യൂണിവേഴ്സ് പടം. സോ കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മൾ താഴെ കമന്റ് ബോക്സിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.